ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും എന്താ പറയുക പൂരിയുടെ കൂടെയും ഇത്രയൊന്നും പറയണ്ട എല്ലാറ്റിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പരിപ്പ് മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ 150 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. പക്ഷേ കുക്കറിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നത് കറക്റ്റ് കാണുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഈ ബൗളിലേക്ക് തന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഞാൻ ഇവിടെ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കറി നന്നായിട്ട് ലൂസായിട്ട് കഴിക്കാനായിട്ടോ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തോടെ തന്നെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് കടുക് താളിച്ചിടണം. അപ്പോൾ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. അങ്ങനെ ഇതെല്ലാം ഇവിടെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3-4 വറ്റൽ മുളക് കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്നും പറയുന്നത് പോലെ കറിവേപ്പ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അന്നേരമായിരിക്കും ഈ ഒരു കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പരിപ്പില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചധികം തന്നെ തയ്യാറാക്കിയത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറിൻ്റെ കൂടിയാണ് ഞാൻ ഇത് കഴിക്കുന്നത്. പിന്നെ രാത്രി എനിക്ക് ചപ്പാത്തിയുടെ കൂടി കഴിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ചധികം തന്നെ തയ്യാറാക്കിയത്. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഈ കറി തയ്യാറാക്കാനായിട്ട്. അതല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നുകൂടി കുറുകിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉപ്പെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഉപ്പെല്ലാം നല്ല കറക്റ്റ് ചെയ്യും. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ പരിപ്പ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായമില്ല കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടുകൂടാന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം.